മോനെ എനിക്ക് വല്ലതും നടക്കുമോ? നോക്കട്ടെ ഒരു മിനിറ്റ്. സമയമായി ബാങ്ക് കൊടുക്കണേ. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കേട്ടോ. നോമ്പ് തുറക്കുമ്പോ ഡെയിലി ബിരിയാണിയോ മന്തിയോ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു പള്ളിയിലാണ് ഞാനുള്ളത്. പള്ളിയുടെ പുറത്ത് തന്നെ പായ വിരിച്ച് അതിൽ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം സെറ്റ് ചെയ്യാറാണ് പതിവ്. കൂടെ സഹായിക്കാൻ കുട്ടികളുണ്ട്. പിന്നെ അതിലൂടെ പോകുന്ന യാത്രക്കാർക്കുള്ള വെള്ളവും ഈത്തപ്പഴമൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഏതാണ്ട് 200 പേർക്കെങ്കിലും ഇവരിവിടെ ഭക്ഷണം. പക്ഷെ പാഴൂര് കുറച്ച് ദൂരമുണ്ട്. ഇത് ദൂരമുണ്ട്. ശരി, നമുക്ക് വേറെ സംവിധാനമുണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് ടൗണിൽ അത് കിട്ടും. നോക്കി ചോറുള്ള പള്ളി കേട്ടുണ്ടോ? ചോറുള്ള പള്ളി എന്താണ് സാധനം? എന്താ? അതായത് നമുക്ക് പള്ളി ഭക്ഷണമുള്ള പള്ളി കണ്ടുപിടിച്ചു. അപ്പൊ അതിന് വെബ്സൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പും ഉണ്ട്. പക്ഷെ വെബ്സൈറ്റ് ഒന്ന് കാണിച്ചു തരാം. വൻ സംവിധാനമാണല്ലോ. അതെ, നമുക്ക് ഇതിൽ നോക്കാം. ഇതിപ്പോ കണ്ടോ, ഇതിപ്പോ ഇതാണ് വെബ്സൈറ്റ്. ഇതിപ്പോ ഇങ്ങനെ ഇവിടെ നെക്കി കൊടുത്താല് നമുക്കിപ്പോ ഓരോ രാജ്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പം കേരളത്തിൽ മാത്രമല്ല, UAE-ലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, ഖത്തറിലുണ്ട്, കുവൈത്തിലുണ്ട്, ബഹ്റൈൻ, ഒമാൻ. ഇവിടെ നമ്മുടെ ചോറുള്ള പള്ളി എന്നുള്ള പേരില് അതെ ഇവിടെ സംവിധാനമുണ്ട്. റംസാൻ തകർക്കാണ്. പിന്നെ അല്ല, ഇപ്പൊ കേരളം സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജില്ലയും കിട്ടും. നമ്മൾ കോഴിക്കോട് സെലക്ട് ചെയ്തു. കോഴിക്കോട് ജില്ലയില് 11 പള്ളി ലിസ്റ്റ് ചെയ്ത്. അടിപൊളി. മർക്കസ് ഉണ്ട്. അതെ, കണ്ണഞ്ചേരി ഉണ്ട്. 11 ഉണ്ട് അല്ലേ? നമുക്ക് മർക്കസ് നോക്കാം അല്ലേ? യെസ്. അവിടെ ബിരിയാണി ഉണ്ടാവോ? നോക്കാം നമുക്ക്. മർക്കസ് ഫുഡ് അവൈലബിൾ ഏരിയ കാണിച്ചിട്ടുണ്ട്. ടുഡേസ് മീൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ ബിരിയാണി തന്നെയാണ്, ഫുഡ് ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ ബിരിയാണിയോ അതല്ലെങ്കിൽ ഫുഡ് നമുക്ക് അവിടെ കിട്ടും. ഈ കൊല്ലം നോമ്പിന് വന്നതാണോ ഈ പരിപാടി? ഈ വെബ്സൈറ്റ് ഇപ്പൊ തുടങ്ങിയ പരിപാടിയാണ്. ഗ്രൂപ്പ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് സജീവമാണ്. ജെൻസി കുട്ടികളാണ് ഇതിന്റെ പരിപാടി പിന്നിൽ. ഈ വേറെ വൈബാണ് ജെൻസി ആർന്നതിന്റെ പിന്നിൽ. ശരി, പോവാ. മർക്കസ് കോംപ്ലക്സ് പള്ളി അല്ലേ? അതെ, കോംപ്ലക്സിൽ ബിരിയാണി ഉണ്ടാവും. കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വേറെ ഓർമ്മയിൽ വേറെ പള്ളികളുണ്ടോ അതിൽ ലിസ്റ്റ് ചെയ്യാത്ത പള്ളികൾ? അങ്ങനെ അതെ അതെ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള പള്ളികളുണ്ടെങ്കിൽ നമുക്ക് നോക്കണം, തപ്പിപ്പിടിച്ച് നമുക്ക് കൂടുതൽ പള്ളികൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ആളുകൾ കൂടുതൽ നോമ്പ് തുറക്കട്ടെ, നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1800 ആൾക്കുള്ള ഭക്ഷണം ഇപ്പോൾ നമ്മൾ നിലവിൽ കൊടുക്കുന്നുണ്ട്. എല്ലാം യാത്രക്കാരാണ്, ഏറ്റവും കൂടുതൽ യാത്രക്കാരാണ് വരുന്നത്. സ്ഥിരമായിട്ട് വരുന്നവരുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കണവർ, പഠിക്കാൻ വേണ്ടി കുട്ടികൾ, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ. നമ്മൾ ബിരിയാണി ഉണ്ടാവും, മന്തി ഉണ്ടാവും, നെയ്ച്ചോറുണ്ടാവും. പിന്നെ ചിലപ്പോൾ ഒരു സുർബിയാന്, പുതിയൊരായിട്ടാണ് സുർബിയാന്. എല്ലാ ദിവസവും ഇതേപോലത്തെ ആൾക്കാരുണ്ട്. ഓരോ ദിവസവും ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്ന് സഹകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ അത്തായത്തിന് ഒരു 600-650 ആൾക്കാർ അത്തായത്തിന് ഡെയിലി വരുന്നുണ്ട്. രാത്രി ഒരു 4:30 മണിക്കുണ്ട്. അപ്പോൾ ആ സുബഹിസ്കാരത്തിൻ്റെ മുമ്പ് അന്നേരം ഒരു മീൻകറി ഉണ്ടാവലുണ്ട്, ഒരു സാമ്പാറും ഒരു ചോറും ഒരു ചായ ഉണ്ടാവലുണ്ട്. എല്ലാ സ്ഥലത്തും പല സ്ഥലത്തുനിന്ന് വരുന്നത്. ബാലുശ്ശേരി, താമരശ്ശേരി, കൊടുവള്ളി, പഴംപൊരി ദിനം തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ ഇതങ്ങനെ വിപുലീകരിക്കാനായി. നെയ്ച്ചോറുണ്ട്, നല്ല ബീഫ് കറിയുണ്ട്. ഇന്നിപ്പോൾ നെയ്ച്ചോറും ബീഫുമാണ്. നാളെ ചിലപ്പോൾ മന്തിയോ സുർബിയാനിയോ ബിരിയാണിയോ ഒക്കെ ആവാം. എന്തായാലും ചോറുള്ള പള്ളി വെബ്സൈറ്റ് ഉപകാരപ്പെട്ടു അല്ലേ? ഇനിയിപ്പോൾ അധികം സംസാരമില്ല, ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ട് ബാക്കി. അതെ.